Concept of UAN in EPFO. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് നൽകിയിരിക്കുന്ന UAN, യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന നമ്പറിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ആശയം എന്താണ്, അത് എന്തുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്, അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ് എന്ന് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം പിരിയുന്ന സമയത്ത് 58ാമത്തെ വയസ്സിൽ സ്ഥാപനത്തിൽ നിന്ന് പിരിയുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വെറും 7 വർഷത്തെ സർവീസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് PF പൈസ അദ്ദേഹത്തിന് പിൻവലിക്കാം. അതേസമയം പെൻഷനെ സംബന്ധിച്ച് നമുക്കറിയാം, പെൻഷൻ കിട്ടണമെങ്കിൽ മിനിമം 10 വർഷത്തെ സർവീസ് വേണം. ഈ വ്യക്തിയെ സംബന്ധിച്ച് 58ാമത്തെ വയസ്സിൽ പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 7 വർഷത്തെ സർവീസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാൻ യാതൊരു വഴിയുമില്ല. കാരണം 58-ന് ശേഷം സർവീസ് തുടർന്നു കഴിഞ്ഞാൽ പെൻഷൻ സ്കീമിൽ തുടരാനായിട്ട് പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ആലോചിക്കുകയായിരുന്നു. അദ്ദേഹം മുമ്പ് 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ കാലങ്ങൾക്ക് മുമ്പ്. ഉദാഹരണത്തിന് അദ്ദേഹം മുംബൈയിൽ ജോലി ചെയ്തിരുന്നു, 1 വർഷക്കാലം അവിടെ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം ഡൽഹിയിൽ 2 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്ത സമയത്ത് മുംബൈയിലുള്ള സർവീസൊന്നും ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും അയാൾ ശ്രമിച്ചിരുന്നില്ല, ഒന്നും ചെയ്തിരുന്നില്ല. ഇനി ഡൽഹിയിൽ നിന്ന് പിരിഞ്ഞ സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിനും അതിനെ സംബന്ധിച്ച PF അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ അത് സ്കീം സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒന്നും തന്നെ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 58ാമത്തെ വയസ്സിൽ ഇനി മുംബൈയിലെ സർവീസ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാനോ അല്ലെങ്കിൽ ഡൽഹിയിലെ സർവീസ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ആ കമ്പനി തന്നെ ഒരുപക്ഷെ പൂട്ടിപ്പോയിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ആ മുംബൈയിലെ PF അക്കൗണ്ട് നമ്പർ അറിയില്ല, ഡൽഹിയിലെ PF അക്കൗണ്ട് നമ്പർ അറിയില്ല. അപ്പോൾ അതേ സമയത്ത് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അത് യഥാസമയം തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 1 വർഷം 1+2 2 വർഷം ഡൽഹിയിലെ, ഇവിടുത്തെ 7 വർഷം എല്ലാം കൂടെ 10 വർഷത്തെ സർവീസായിട്ട് പെൻഷൻ കിട്ടുമായിരുന്നു. അത് കിട്ടാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സർവീസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ചിതറിക്കിടന്നത് കൊണ്ടും അത് യഥാസമയം ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ടും ആയിരുന്നു. അപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അയാളുടെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അയാളുടെ എൻ്റയർ സർവീസിലെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല, പല പല സ്ഥാപനങ്ങളിലാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് Aയിൽ കുറച്ച് സർവീസ് കാണാം, B എന്ന് പറയുന്ന സർവീസ് വേറൊരു സ്ഥാപനത്തിൽ സർവീസ് കുറേ കാലമുണ്ടാകാം, Cയിൽ കാണാം, Dയിൽ കാണാം, Eയിൽ കാണാം. ഇനി ഈ Aയും Bയും Cയും Dയും ഒക്കെ ഒരു സ്റ്റേറ്റിൽ തന്നെ ആവണമെന്നില്ല. A ഒരുപക്ഷെ കേരളത്തിലാകാം, B ഒരുപക്ഷെ ഡൽഹിയിലാകാം, C ഒരുപക്ഷെ മുംബൈയിലാകാം, D മധ്യപ്രദേശിലാകാം, E മറ്റേതെങ്കിലും സ്ഥലത്താകാം. അപ്പോൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിരിക്കും അദ്ദേഹം സർവീസ് ചെയ്യുന്നത്. അപ്പോൾ യഥാസമയം തന്നെ ഈ സർവീസുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ സ്കീം സർട്ടിഫിക്കറ്റ് പെൻഷൻ്റെ മേടിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, ഈ സർവീസ് എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിനു മുമ്പേ നമുക്ക് ഓരോ സ്ഥാപനത്തിലെയും PF അക്കൗണ്ട് നമ്പർ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ KR ട്രിവാൻഡ്രം TBM 999999 88 എന്ന് പറയുന്ന A എന്ന് പറയുന്ന സ്ഥാപനം ട്രിവാൻഡ്രം ഓഫീസിൻ്റെ PF ഓഫീസിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ നൽകുന്ന കോഡ് നമ്പർ ഇങ്ങനെയായിരിക്കും. കേരളത്തിലെ ട്രിവാൻഡ്രം ഓഫീസിൽ 999999 എന്ന് പറയുന്ന കോഡ് നമ്പർ നൽകിയിട്ടുള്ള സ്ഥാപനത്തിലെ 88 എന്ന് പറയുന്ന PF കോഡ് നമ്പർ നൽകിയിട്ടുള്ള എംപ്ലോയിയുടെ കോഡ് നമ്പറാണ് ഇത്. അതുപോലെ ഇനിയിപ്പോൾ B എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊല്ലത്താണെന്ന് വിചാരിക്കും, കൊല്ലം ഓഫീസിൻ്റെ കീഴിൽ വരുന്നതാണെങ്കിൽ അവിടുത്തെ ആ എംപ്ലോയിക്ക് കിട്ടുന്ന PF കോഡ് നമ്പർ ഇങ്ങനെയായിരിക്കും. കേരളത്തിലെ കൊല്ലത്തിലെ 88 A എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റ്റൻഷൻ കൊടുത്തും കോഡ് നമ്പർ കൊടുക്കാറുണ്ട്. 77 എന്ന് പറഞ്ഞാൽ അയാളുടെ PF നമ്പർ. Cക്ക് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ KR KKD എന്ന് വരും. ബാക്കിയെല്ലാം അത് നേരത്തെ പറഞ്ഞതുപോലെ. Dക്ക് TN തമിഴ്നാട്ടിലെ മധുരൈ MDU മധുരയിലെ സ്ഥാപനത്തിൻ്റെ കോഡ് നമ്പർ PF കോഡ് നമ്പർ. ഇനി E എന്ന് പറയുന്ന സ്ഥാപനം തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്ടിലെ മദ്രാസ് ഓഫീസിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനം 22 എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 59 എന്ന് പറയുന്ന PF അക്കൗണ്ട് നമ്പർ. ഇങ്ങനെ പല രീതിയിലാണ് ഓരോ സ്ഥലം മാറുന്നതനുസരിച്ച് PF കോഡ് നമ്പറിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ അക്കൗണ്ടിനെല്ലാം ഈ PF കോഡ് നമ്പറിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ UAN എന്ന് പറയുന്ന ഒരു നമ്പർ തന്നത്. അത് നമ്പർ അലോട്ട് ചെയ്തത് അത് മറ്റൊന്നുമല്ല, ഒരു 12 ഡിജിറ്റ് യുണീക്ക് നമ്പർ. യുണീക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ
ഒരു പ്രാവശ്യം മാത്രമേ. ഒരു എംപ്ലോയിക്ക് നൽകി കഴിഞ്ഞാൽ ആ നമ്പർ ഒരിക്കലും വേറൊരു എംപ്ലോയിക്ക് നൽകില്ല. അതാണ് അതിൻ്റെ യുണീക്നെസ് ഉണ്ട്. അത് 12 ഡിജിറ്റ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് നമ്പറാണ് നൽകുന്നത്. ഒരു എംപ്ലോയിക്ക് ഒരു നമ്പർ നൽകി കഴിഞ്ഞാൽ ആ ഒരു നമ്പർ വേറൊരു എംപ്ലോയിക്ക് ഒരിക്കലും നൽകില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്പർ നൽകി കഴിഞ്ഞിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്പർ ഉപയോഗിച്ചാണ് PF കോഡ് നമ്പറിനെ എല്ലാം പല സ്ഥലത്ത് കിടക്കുന്ന PF കോഡിനെ നമ്പറിനെ എല്ലാം ലിങ്ക് ചെയ്യുന്നത്, അതുമായിട്ട് ഈ UAN-ുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ PF കോഡ് നമ്പർ പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അതിൽ അല്പ വ്യത്യാസമുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ KLM 054110 എന്ന് പറയുന്ന ആ പച്ച കളറിൽ കാണുന്നത് സ്ഥാപനത്തിൻ്റെ കോഡ് നമ്പർ. എക്സ്റ്റൻഷന് വേണ്ടി 000 3 ഡിജിറ്റ് ഉണ്ട്. പിന്നെ എംപ്ലോയിയുടെ PF കോഡ് നമ്പർ എഴുതാനായിട്ട് ഒരു 7 ഡിജിറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ. ഇപ്പോൾ എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ അതിങ്ങനെ വരും: TNMAS 054110 007 54321. ഇങ്ങനെ ഈ രീതിയിലാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എങ്ങനെയാണ് PF കോഡ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇപ്പോൾ കൊല്ലത്തെ ഓഫീസിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനം എന്ന് വിചാരിക്കുക. അയാളുടെ കോഡ് നമ്പർ 2636 എന്നുള്ള സ്ഥാപനത്തിൻ്റെ കോഡ് നമ്പർ എന്നായിക്കോട്ടെ. ഉദാഹരണത്തിന് 45 അദ്ദേഹത്തിൻ്റെ PF നമ്പറോ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ഡേറ്റ് ഓഫ് ജോയിനിങ് കാണും. അപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ UAN എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, UAN നമ്പർ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എക്സിസ്റ്റിംഗ് എംപ്ലോയി ആണ്. ആ എംപ്ലോയിക്ക് ഒരു UAN നമ്പർ അലോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു UAN നമ്പർ അലോട്ട് ചെയ്തു. അപ്പോൾ അവിടെ UAN നമ്പർ അലോട്ട് ചെയ്തിട്ട് അദ്ദേഹം കുറേ കാലം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പിരിഞ്ഞു. A എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു. അടുത്ത മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി, B എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പോയി. അപ്പോൾ B എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ ഇദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൽ ഒരു ഫോം 11 എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാനുണ്ട്. ആ ഫോം 11 അദ്ദേഹം എവിടെയൊക്കെ നേരത്തെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, PF കോഡ് നമ്പർ എന്താണ്, UAN നമ്പർ എന്താണ് എന്നൊക്കെ അതിൽ ഫില്ല് ചെയ്ത് അവിടുത്തെ എംപ്ലോയർക്ക് കൊടുക്കണം. ആ എംപ്ലോയർ ആ UAN നമ്പർ ഉപയോഗിച്ചായിരിക്കണം അദ്ദേഹത്തിൻ്റെ പുതിയ കോഡ് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. KRKCH 5555/14 എന്നായിക്കോട്ടെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കോഡ് നമ്പറെങ്കിൽ അപ്പോൾ ആ കോഡ് നമ്പറും UAN നമ്പറുമായിട്ട് ലിങ്കായി. അപ്പോൾ ഒരു UAN നമ്പറിൻ്റെ കീഴിൽ 2 PF കോഡ് നമ്പർ ലിങ്കായി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഡേറ്റ് ഓഫ് ജോയിനിങ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, B എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ A എന്ന സ്ഥാപനത്തിൽ നിങ്ങൾ പിരിയുമ്പോൾ തന്നെ അവിടുത്തെ എംപ്ലോയറെ കൊണ്ട് എംപ്ലോയറുടെ പോർട്ടലിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് കൊടുക്കാൻ മറക്കാതിരിക്കുക. അവിടുത്തെ ഡേറ്റ് ഓഫ് എക്സിറ്റ് കൊടുത്തതിന് ശേഷം, Aയിലെ ഡേറ്റ് ഓഫ് എക്സിറ്റ് കൊടുത്തതിന് ശേഷമായിരിക്കുള്ള ഒരു ഡേറ്റിലായിരിക്കും B എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് വരുന്നത്. അപ്പോൾ B എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതുമായിട്ട് UAN-ഉമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഇതിപ്പം ഇതിൽ KYC-യുമായെല്ലാം, അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനുണ്ട്, ആക്ടിവേറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ B എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ Aയിൽ നിന്ന് അയാൾ മാനുവലായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് Aയിലെ സർവീസ് എത്രയാണോ അത് Bയിലേക്ക് ആഡ് ചെയ്ത് വരും. ഇനി B എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം അവിടുത്തെ ഡേറ്റ് ഓഫ് എക്സിറ്റും കൊടുത്തതിന് ശേഷം അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിൽ, C എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്തു. അവിടെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് അവിടെ ഫോം 11 സബ്മിറ്റ് ചെയ്യുക. ആ എംപ്ലോയർക്ക് ആ ഫോം 11 അദ്ദേഹം എവിടെയെല്ലാം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലെഴുതും. അപ്പോൾ ആ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് C എന്ന സ്ഥാപനത്തിൽ ആ എംപ്ലോയർ പുതിയൊരു കോഡ് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് കോഴിക്കോടിൻ്റെ ഓഫീസിൻ്റെ കീഴിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു PF കോഡ് നമ്പർ ജനറേറ്റ് ചെയ്തത് KRKKD 2636/45 എന്ന് വിചാരിക്കുക. ഇതെല്ലാം ഉദാഹരണത്തിന് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ C എന്ന സ്ഥാപനത്തിലേക്ക് അതും എന്ത് ചെയ്യുന്നു, UAN നമ്പറുമായിട്ട് ലിങ്ക് ആകുന്നു. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് A എന്ന സ്ഥാപനത്തിലെയും B എന്ന സ്ഥാപനത്തിലെയും സർവീസും എമൗണ്ടും എല്ലാം ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ചെയ്ത് C എന്ന സ്ഥാപനത്തിലേക്ക് വരും. അപ്പോൾ ഇദ്ദേഹത്തിന് എത്ര ഇതുപോലെ C, D, E, F എത്ര സ്ഥാപനങ്ങളിൽ പൊയ്ക്കൊള്ളട്ടെ, ഒരു കാര്യം മാത്രം അയാൾ ശ്രദ്ധിച്ചാൽ മതി. അയാളുടെ UAN നമ്പർ ഉപയോഗിച്ച് UAN നമ്പർ പോകുന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുക. അവിടെ അതുപയോഗിച്ച് PF നമ്പർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അയാളുടെ സർവീസ് മാറി മാറി പോകുന്നതിനോടൊപ്പം തന്നെ അയാളുടെ ഏതെല്ലാം സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ സ്ഥാപനത്തിലെ PF-ഉം സർവീസും എല്ലാം പുതിയ സ്ഥാപനത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് അവസാന സ്ഥാപനം C ആണെന്ന് വിചാരിക്കുക. അപ്പോൾ Cയിൽ നിന്ന് ഈ പുറത്തു പോകുന്ന സമയത്ത്
ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ പറയാം, എ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 1 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു, ബിയിൽ 5 വർഷം സർവീസ് ഉണ്ടായിരുന്നു, സിയിൽ 4 വർഷം സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 1 6, 6 4 10 വർഷം. സി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പുറത്ത് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ സർവീസ് എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. PF എമൗണ്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. സി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അദ്ദേഹത്തിന് പെൻഷനാണെങ്കിൽ പെൻഷൻ അപ്ലൈ ചെയ്യാം. PF കാര്യത്തിലാണെങ്കിൽ PF പിൻവലിക്കാൻ പറ്റും. അങ്ങനെയുള്ള പല പല പ്രയോജനങ്ങളും ഉണ്ട്. അതിനുവേണ്ടിയാണ് ഈ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അലോട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അതിന് ഒപ്പം ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ പ്രയോഗക്ഷമമാക്കേണ്ടതായിട്ടുണ്ട് മലയാളത്തിൽ പറയുമ്പോൾ. അതിനായിട്ട് എംപ്ലോയിയുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നൊക്കെ പിന്നീട് വിശദീകരിക്കാം. ആക്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ UAN നമ്പറിൽ ആധാർ സീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആധാറിൻ്റെ ഡേറ്റ, അതായത് ആധാറിലെയും നമ്മുടെ PFലെയും എംപ്ലോയിയുടെ പേരും ജനനത്തീയതി, ജെൻഡർ ഇവയെല്ലാം ഒരേപോലെ ആയെങ്കിൽ മാത്രമേ ഇത് ആധാർ സീഡിങ് നടക്കുകയുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രയോജനം എംപ്ലോയിക്ക് ലഭിക്കുന്നത്. ആധാർ സീഡിങ് എങ്ങനെയാണെന്നും UAN നമ്പർ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കാം. താങ്ക് യു.